and the life. No one comes to the Father but by me. John chapter 14, verse 6. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവസ്നേഹത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോ നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സംരക്ഷണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ആരാധനയിൽ കർത്താവ് ഒരു പുതിയ ഉൾക്കാഴ്ചയും ആശീർവാദവും നൽകട്ടെ. നമുക്കറിയാം, ഈശോയുടെ നാമത്തിൽ ഒരു ആശീർവാദം നമ്മൾ സ്വീകരിച്ച്, കർത്താവിൻ്റെ നാമത്തിൽ ഒരു അനുഗ്രഹം സ്വീകരിച്ച് മടങ്ങുമ്പോൾ കർത്താവ് നമ്മുടെ മേൽ, നമ്മുടെ ജീവിതത്തിൻ്റെ മേലൊരു മുദ്ര ഇടും. ഓരോ ആശീർവാദത്തിനും അർത്ഥമുണ്ട്. നിസ്സാരമായ കാര്യമല്ല, ഓരോ ആശീർവാദത്തിനും അർത്ഥമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് സ്വീകരിക്കുന്ന ആശീർവാദത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ഓരോ മുദ്രയും ഓരോ അടയാളവും നൽകി നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പണത്തെക്കുറിച്ചാണ്. പണം, നമുക്കറിയാം, ഇവിടെ വന്നിരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും സാമ്പത്തികമായി വളരെ അധികം ഒരു ബുദ്ധിമുട്ട്, ക്ലേശം അനുഭവിക്കുന്ന ആളുകൾ ധാരാളം ഇവിടെ വരുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പണമുള്ളവരുണ്ടായിരുന്നു, കൈവിമോശം വന്നവരുണ്ട്. പണം അധ്വാനിച്ചിട്ടും എത്ര അധ്വാനിച്ചിട്ടും കയ്യിൽ നിൽക്കാത്തവരുണ്ട്. ചെറുപ്പം മുതലേ ദാരിദ്ര്യത്തിൽപ്പെട്ട് ഒരിക്കലും കരകയറാതെ കഴിയുന്നവരുണ്ട്. ജീവിതത്തിൽ പണം ഒത്തിരി ഉണ്ട് എന്നിട്ടും ഒട്ടും സന്തോഷം അനുഭവിക്കാത്തവരുണ്ട്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ബൈബിളിൽ ഈശോ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയുകയും ആത്മാവിൻ്റെ വഴികളിൽ നമ്മളൊന്ന് ആഴപ്പെടുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധയോടെ ഈ ദൈവവചനം കേൾക്കാം. പണം, എല്ലാ മനുഷ്യരും, കൊച്ചു പിള്ളേരുടെ മനസ്സിൽ പോലും കാശ്, 4 പുത്തൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പണത്തെക്കുറിച്ച് ഒരു പ്രത്യേകമായ ആർത്തിയും ആക്രാന്തവും ഒക്കെയുള്ള ഒരു കാലയളവിലാണ്. നമുക്കറിയാം, ഈ ലോകത്തിൻ്റെ രീതി എന്ന് പറയുന്നത് പണത്തോടൊരു പ്രത്യേകമായ ഒരു താല്പര്യം കാണിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒന്നിനോടും ഒട്ടിച്ചേരാത്ത ഒരാന്തരിക സ്വാതന്ത്ര്യത്തിൻ്റെ ഉടമയായി നമ്മൾ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ഈ ബൈബിൾ ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ ഈ വഴിയെ നമുക്കൊന്ന് ധ്യാനിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കറിയാം, ധനാർത്ഥി മൂത്ത് പല കൊലപാതകങ്ങളും പല തിന്മകളും പല വഞ്ചനയും കപടതയും ഒക്കെ വെച്ച് പുലർത്തുന്ന ഒരു ലോകമാണിത്. അപ്പം ഈ ധനാർത്ഥി മൂത്ത ഈ ഒരു സംവിധാനത്തിൽ ഒരു ബദൽ സംവിധാനം കർത്താവിനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. തൻ്റെ പ്രിയപ്പെട്ട നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. നാം അറിയാതെ പണം നമ്മളെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി മാറാൻ സാധ്യതയുണ്ട്. നമ്മെ എല്ലാവരെയും നിയന്ത്രിക്കുന്ന, നമ്മുടെ കൺട്രോൾ മുഴുവൻ ഏറ്റെടുക്കുന്ന ഒരു സംവിധാനമായി പണം മാറാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് നമ്മളെ ദൈവം പറഞ്ഞു തരുന്ന ഈ പാഠം, നമുക്കൊരുപാട് പാഠങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ടെങ്കിലും നമ്മുടെ സമയത്തിൻ്റെ പരിമിതിയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് കണ്ട് നമ്മളൊരു ആശീർവാദം സ്വീകരിക്കും. കാരണം ഈ മേഖലയിൽ ഈ ധാരാളം ആളുകൾക്ക് ചതവുകളും മുറിവുകളും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈശോ ഇന്ന് ആശീർവാദത്തിലൊരു കൃപ തരും. ആ കൃപ നമുക്ക് ഒരു അനുഗ്രഹമായി മാറും. ദൈവം നമ്മളെ തള്ളിക്കളയില്ല എന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഈ പണത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുവിശേഷം എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, ഈശോ എങ്ങനെയാണ് പണത്തെ കാണുന്നത്. കരുതരുത് ഈശോ പണക്കാർക്കെല്ലാം എതിരാണെന്ന്. അങ്ങനെയല്ല. ഈശോയ്ക്ക് പോലും ധനികരായ സുഹൃത്തുക്കളുണ്ടായിരുന്നു. നമുക്കറിയാം, സെൻഹദ്രീൻ സംഘത്തിൻ്റെ തലവനായിരുന്ന, സെൻഹദ്രീൻ സംഘത്തിൻ്റെ അംഗം കൂടിയായിരുന്ന നിക്കോദീമോസിന് ഈ പണക്കാരനായിരുന്നു. സെൻഹദ്രീൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ 72 ജഡ്ജിമാരിൽ ഒരാളായിരുന്നു
ഈ നിക്കോദീമോസ്. ഇപ്പം നിക്കോദീമോസിന് പണക്കാരനായിരുന്നു, ഈശോയുടെ കൂട്ടുകാരനായിരുന്നു. അതുപോലെ തന്നെ അരിമത്യക്കാരൻ ജോസഫ്, അദ്ദേഹം അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിൽപ്പെട്ട ധനാഢ്യനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഇവരൊക്കെ ഈശോയുടെ സുഹൃത്ത് വലയത്തിലുള്ളവരായിരുന്നു. പണക്കാർക്കെതിരെ അല്ല ഈശോ, മറിച്ച് പണത്തോടുള്ള അത്യാർത്തി വെച്ചു പുലർത്തുന്ന ആളുകളെ ആണ് ഈശോ മുന്നറിയിപ്പുകൾ നൽകി തിരുത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പണമുണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ഈശോ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. പണമുണ്ടാക്കുന്ന അപകടങ്ങൾ, അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് തരികയാണ്. ഇതിനോട് അത്യാർത്തി പുലർത്തുമ്പോൾ ഈ അത്യാർത്തിയുടെ പേരാണ് മാമോൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഈശോ ദൈവത്തിന് എതിരായിട്ട് നിൽക്കുന്ന ശക്തിക്ക് പറയുന്ന പേരെന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ശത്രു ആരാണ്? എല്ലാവരും പറയും പിശാചാണെന്ന്. പക്ഷെ ഈശോ ദൈവത്തിൻ്റെ ശത്രുവായിട്ട് പിശാചിനെ അല്ല അവതരിപ്പിക്കുന്നത്, മാമോനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാമോൻ എന്ന് പറഞ്ഞാൽ പണത്തോടുള്ള അത്യാർത്തി. ഈ ലോകത്തിൽ അങ്ങനെ ഈ മാമോൻ കുറേ നുണകൾ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ കാതിൽ ഈ മാമോൻ ചില പഴഞ്ചൊല്ലുകളുടെ രൂപത്തിൽ ചില നുണകൾ തലയിൽ വെച്ചിട്ടുണ്ട്. ഒന്ന്, പണമില്ലാത്തവൻ എന്താണ്? പിണം. പണമില്ലാത്തവൻ പിണം. ഇങ്ങനൊരു ചിന്ത നമ്മുടെ തലയിൽ കിടപ്പുണ്ട്. പണത്തിന് മീതെ എല്ലാം കാണാപ്പാടാ. പരുന്തും പറക്കില്ല. ഇതൊക്കെ നമ്മളുടെ തലയിൽ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് പിശാച്. അപ്പം ഈ മാമോനെയാണ്, നുണകൾ നിരന്തരം തരുന്ന മാമോനെയാണ് ദൈവത്തിനെതിരായി ഈശോ പ്രതിഷ്ഠിച്ചത്. എന്ന് പറഞ്ഞാൽ ഈശോ പറഞ്ഞത് ദൈവത്തിനെതിരായിട്ടുള്ള ശത്രുവിൻ്റെ പേരാണ് മാമോൻ. ആരാണ്? മാമനല്ല, മാമോൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈശോ പറഞ്ഞത്? നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാനാവില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിനെതിരെ നിൽക്കുന്ന ശക്തി പിശാചനല്ല, മറിച്ച് മാമോൻ എന്ന് പറഞ്ഞാൽ ഒരുവൻ്റെ ഉള്ളിലുള്ള പണത്തോടുള്ള ആർത്തി. കമന്ന് വീണാൽ അറിയാത്ത പോലെ കാപ്പണം, ഇതെല്ലാം നമ്മുടെ തലയിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഈ ലോകത്ത് ഈ ധനാർത്ഥി മൂത്ത്, കഴിഞ്ഞ ദിവസം പത്രത്തിൽ നിങ്ങൾ കണ്ടു പാവപ്പെട്ട ഒരു പാപ്പച്ചായൻ്റെ കാര്യം. പാവപ്പെട്ട ഒരു പാപ്പച്ചായൻ സൈക്കിളിൽ പോകുമായിരുന്നു. ബാങ്കുകാരെല്ലാം കൂടാണ് തള്ളിമറിച്ചിട്ട് 82 ലക്ഷം 87 ലക്ഷം. ഇത് ഈ പണം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ആർത്തി മൂത്ത ഒരു പിശാച്, അതിൻ്റെ പേരാണ് മാമോൻ. അതുകൊണ്ട് നമ്മളിതിൻ്റെ അപകടങ്ങൾ ഞാൻ നിങ്ങളോട് ക്രമേണ അത് ബോധ്യപ്പെടുത്തിക്കോളാം. ഒരു 10ഓളം അപകടങ്ങൾ സുവിശേഷം പറയുന്നുണ്ട്. അതിനകത്ത് ഒരു 2-3 എണ്ണം പറയാനുള്ള നേരമേ ഉള്ളൂ. എങ്കിലും നിങ്ങൾ ശ്രദ്ധയോടിരിക്കണം. ഇതിൻ്റെ അപകടം എന്തുകൊണ്ടാണ്? പണം ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ചല്ല പറയുന്നത് ഈശോ. പണം വേണ്ട എന്നല്ല, മറിച്ച് അറിയാതെ നമ്മളുടെ നിയന്ത്രണങ്ങൾ മുഴുവനും ഏറ്റെടുക്കുന്ന, നമ്മളുടെ ചിന്തകളെ, നമ്മുടെ ടൈം ടേബിളിനെ, നമ്മുടെ ബന്ധങ്ങളെ, നമ്മളുടെ ക്യാരക്ടറിനെ, നമ്മളുടെ ഭക്ഷണത്തെ, നമ്മളുടെ സമർപ്പണ പ്രാർത്ഥനാ ജീവിതത്തെ എല്ലാം നിയന്ത്രിക്കുന്നത്, എന്തിനേറെ നമ്മുടെ പള്ളിയെ വരെ നിയന്ത്രിക്കുന്ന ശക്തിയായി ഈ ഒരു സിനഗോഗ് പ്രവർത്തിക്കും എന്നാ പറയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. ഇതാ പള്ളിക്കകത്ത് മറ്റൊരു പള്ളി. വെളിപാടിന്റെ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. പള്ളിക്കകത്ത് ഒരു സിനഗോഗ് ഇതാ പ്രവർത്തിക്കുന്നു. അത് സാത്താന്റെ സിനഗോഗ. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ പള്ളിയിൽ ഒരു സിനഗോഗ് പ്രവർത്തിക്കാൻ, നമ്മൾ കാണാത്ത അദൃശ്യമായ ഒരു സിനഗോഗ് പള്ളിയുടെ മണ്ടയ്ക്ക് അവനവിടെ പണിത് അവിടെ കഴിയാണ്. അവനാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത്. കാരണം
പണം വെച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരെയും വിലയിരുത്തുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ നമ്മുടെ പള്ളി മുന്നോട്ട് കൊണ്ടുപോയാൽ പല പള്ളികൾക്ക് സംഭവിക്കുന്നത് പോലെ പള്ളികൾ പൂട്ടേണ്ടി വരും. നമുക്കറിയാം, യൂറോപ്പിലെ പല പള്ളികളും ആഢ്യത്വത്തിൻ്റെ, ആഡംബരത്തിൻ്റെ, വലിയ കാഴ്ചകളുടെ, ആഘോഷങ്ങളുടെയും വലിയ ജനക്കൂട്ടങ്ങളുടെയും വലിയ പെരുന്നാളുകളുടെയും ഒക്കെ പള്ളികളായിരുന്നു. കൊളോൺ രൂപതയിൽ തന്നെ അവിടെ ഉള്ള ജനസംഖ്യ, അവിടെ കടന്നു വരുന്ന ജനസംഖ്യയുടെ എണ്ണം തിട്ടപ്പെടുത്താൻ പറ്റില്ല. ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള രൂപതയാണ് കൊളോൺ രൂപത, അതിലെ കൊളോൺ കത്തീഡ്രൽ. അതിൻ്റെ അവസ്ഥയൊക്കെ കഴിഞ്ഞ വർഷം ഞങ്ങളവിടെ പോയപ്പോൾ അത് കണ്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ആലയത്തിൻ്റെ മീതെ മറ്റൊരു സിനഗോഗ് പ്രവർത്തിക്കാൻ ഇടവരരുത്. അതുകൊണ്ടാണ് ഈ മാമോനെ കുറിച്ച്, ഈ അത്യാർത്ഥിയെക്കുറിച്ച്, അത് നമ്മുടെ തലപ്പത്ത് മുതൽ അങ്ങ് താഴേക്കിടയിൽ വരെ ആളുകളിൽ അദൃശ്യമായി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുടെ പേരാണ് എന്ത്? മാമോൻ. ശ്രദ്ധ വേണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പണമുണ്ടെങ്കിൽ എന്തുമാകാം. പണമുള്ളവനെ സ്ഥാനമുള്ളൂ. പണമുള്ളവൻ പറയുന്നതിന് വില. പണമുള്ളതാണ് ഈ ലോകത്തിൻ്റെ മാനദണ്ഡം. അപ്പോൾ ചോദിച്ചേക്കാം, ആച്ചാ 4 കാശ് കയ്യില്ലെങ്കിൽ കാണാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകം അങ്ങനെയൊക്കെ പറയും. പക്ഷേ കാശുള്ളവൻ, കയ്യിലുണ്ടായിരുന്നവൻ പ്രളയകാലത്ത് ഒരു കഷണം ബ്രെഡിന് വേണ്ടി ടെറസയിൽ 6 ദിവസമൊക്കെ കഴിഞ്ഞ് നമുക്കറിയാം. കാശ് കയ്യിലിരുന്നത് കൊണ്ടോ കാർപോർച്ചിൽ ബെൻസ് കിടന്നത് കൊണ്ടോ അനുഭവിക്കണമെന്നില്ല. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മളിന്ന് ഈ അപകടങ്ങളെക്കുറിച്ച് ശ്രദ്ധയുള്ളവരാകണം. ബൈബിളിൽ നമ്മളോട് പറയുന്ന ഒന്നാമത്തെ പാഠം ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. ഒന്നാമത്തെ ഈശോ പറഞ്ഞ പാഠമാണ്. ഇതിൻ്റെ അപകടം, ഈശോ പറഞ്ഞ ഒരു അപകടമാണ്. ലൂക്ക 12-ന്റെ 15-ാം വാക്യം ലിയ വായിക്കും. അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവീൻ, എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവീൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം ഹൃദയത്തിന് ആഴങ്ങളിൽ പതിക്കണം. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. നമ്മൾ കരുതുന്ന പോലെ പണമുണ്ടെങ്കിൽ ധന്യമീ ജീവിതം എന്ന് കരുതരുത്. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. വചനം ഒന്നേറ്റ് പറയാം. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. കർത്താവ് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് പതിച്ചു തരാൻ പ്രാർത്ഥിക്കണം. നമ്മൾ അറിയാതെ പണമുള്ളവനെ, കോട്ടും ഷൂട്ടും ഇട്ട് നടക്കുന്ന ആള് വീട്ടിൽ വന്നാൽ അല്ലേ, നമ്മൾ അവനെ അകത്തെ മുറിയിൽ കൊണ്ടുപോയി കറങ്ങുന്ന കസേരയിലിരുത്തി, കറങ്ങുന്ന ഫാൻ്റെ കീഴിലിരുത്തി, പാലൊഴിച്ച ചായ കൊടുത്തിട്ട് നമ്മൾ ഒച്ചാനിച്ച് നിൽക്കും. കാരണം കോട്ടും സ്യൂട്ടും ഇട്ടുകൊണ്ട് വന്നു. വേറൊരുത്തവൻ ഷർട്ടും മുണ്ടും ഇട്ടുകൊണ്ട് വന്നാൽ അകത്തെ മുറി കൊണ്ടുപോയില്ല. നമ്മൾ അവിടെ ഇറയത്തിരുത്തി, തിണ്ണയിലിരുത്തി, പാലൊഴിക്കാത്ത കാപ്പി കൊടുക്കും. എന്നാൽ വേറൊരുത്തൻ ഒന്നും ഇടാതെ വന്നാലോ, തൊഴുത്തി കൊണ്ടുപോയി വട്ടയിലക്കകത്ത് കപ്പയും ചമ്മന്തിയും കൊടുക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ആരെയാണ് ബഹുമാനിക്കുന്നേ? നമ്മൾ വസ്ത്രങ്ങളെയാണ് ബഹുമാനിക്കുക. വസ്ത്രങ്ങളെ, ആളുകളുടെ ധന്യത നമ്മൾ അളക്കുന്നത് ഈ ആള് ധന്യനാണ്, ഇയാൾ ശ്രേഷ്ഠനാണ് എന്ന് നമ്മൾ കാണുന്നത് ആളുകളുടെ സമ്പത്ത് കണ്ടിട്ടാണ്, വസ്ത്രവും പുറമോടികളും കണ്ടിട്ട്. എന്നാൽ ഈശോ നമ്മളോട് പറഞ്ഞു തരുന്ന പാഠം ഇതാണ്: മക്കളെ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിപ്പീൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടങ്ങാത്ത തൃഷ്ണ, അടങ്ങാത്ത ദ്രവ്യാഗ്രഹം, ഒരിക്കലും മതി മതി എന്ന് പറയത്തില്ല. പൈസ എത്ര കൊടുത്താൽ ആരെങ്കിലും പറയുമോ മതി 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 പൈസ? കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മുടെ ആരാധനയ്ക്ക് വരുന്ന നമ്മുടെ ഒരു സാറിൻ്റെ വീട്ടിൽ ഒരു ജോലിക്ക് നിൽക്കുന്ന ഒരു ചേച്ചി,
അപ്പോൾ ജോലിക്ക് നിൽക്കുന്ന ചേച്ചി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ വീട്ടിൽ ബന്ധുക്കൾ വന്നു. ഒരു പോകാൻ നേരത്ത് ആ ചേച്ചിക്ക് ഒരു 500 രൂപ കൊടുക്കാൻ നേരത്തേക്ക് ആ ചേച്ചി പറഞ്ഞു, 70 വയസ്സുള്ളൊരു ചേച്ചി അമ്മച്ചിയാണ് പറഞ്ഞത്. അമ്മച്ചി പറഞ്ഞു, അതേ എനിക്ക് പൈസ വേണ്ട, എനിക്ക് ഈ സാറ് അത്യാവശ്യത്തിന് പൈസയൊക്കെ തരുന്നുണ്ട്, നിങ്ങളുടെ കയ്യിലിരുന്നോട്ട്, എനിക്ക് വേണ്ട. വളരെ റയർ ജനുസാണത്. ആരെങ്കിലും പൈസ കൊടുത്താൽ മതി, വേണ്ട എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാനൊരിക്കൽ പെരുന്നാട്ടിലിരിക്കുന്ന സമയത്ത് അവിടെ ഒരു മനുഷ്യൻ സഹായത്തിന് വന്നു. അദ്ദേഹത്തിന് ഞാനന്ന് കാണുന്നുണ്ട്, ഏതാണ്ട് 371 രൂപ കണ്ട് കുറച്ച് പൈസ ആവശ്യമുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ഒരു 500 രൂപ കൊടുത്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ 371 രൂപ മതി, അച്ഛന് ആ പൈസ എനിക്ക് തന്നാൽ മതി, ദയവായിട്ട് എനിക്ക് ഇത്രയും പൈസ വേണ്ട. വളരെ ചുരുക്കം ആളുകളിൽ കാണുന്ന ചില പുണ്യങ്ങളായിരുന്നു. മതി. പക്ഷേ ഈശോ പറയാണ്, ഈ അത്യാഗ്രഹം എത്ര കിട്ടിയാലും മതി വരില്ല, പിന്നെയും പിന്നെയും അവൻ്റെ കൂടെ വേണം. എന്താണ് നമ്മുടെ ബിസിനസ്? നമ്മൾ കേരളത്തിൽ ചെയ്യുന്ന ബിസിനസ് എന്താണ്? ഒരുത്തിനൊരു ബേക്കറി ഇട്ട്, അല്ലെങ്കിൽ ഒരുത്തിനൊരു പലചരക്കടയിട്ട്, തൊട്ടപ്പുറത്ത് നമ്മൾ കൊണ്ടുപോയി ഒരു പലചരക്കടയിടും, ഒരു ബേക്കറി ഇടും, അല്ലെങ്കിൽ ഒരു കടയിടും. അവന് 1000 രൂപ കിട്ടിക്കൊണ്ടിരുന്നാണ്, ഇപ്പോൾ അവൻ്റെ വരുമാനം 500 അവൻ്റെ കയ്യിൽ വന്ന 500 നമ്മുടെ പോക്കറ്റിൽ എത്തിച്ചു. ഇതാണ് നമ്മുടെ ബിസിനസ്. എങ്ങനെയെങ്കിലും അവൻ്റെ കൂടെ എനിക്ക്. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയേണ്ട ഒരു ജ്ഞാനം. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പണം ഉണ്ടാക്കാൻ, മറ്റുള്ളവൻ്റെ പോക്കറ്റിലിരിക്കുന്നത് എങ്ങനെ സ്വന്തമാക്കാം. ഇതാണ് നമ്മുടെ ബിസിനസ്. എന്നാൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ധനവാനാകാൻ ആഗ്രഹിക്കുന്നത് സേവനത്തിൻ്റെ വഴികളിലൂടെയാണ്. നമുക്കറിയാം, മൈക്രോസോഫ്റ്റ് അപ്പുറത്തുള്ളവൻ്റെ കമ്പനിയിൽ നിന്ന് മുഴുവൻ കൊണ്ടുവരികയല്ല, മറിച്ച് ലോകത്തിൽ മനുഷ്യന് സേവനം ചെയ്തു. മൈക്രോസോഫ്റ്റിൻ്റെ സോഫ്റ്റ്വെയറുകൾ എല്ലായിടത്തും ഉണ്ട്. ആ സേവനം മനുഷ്യന് ഉപകാരമായി. സ്വാഭാവികമായിട്ട് പണം അവൻ്റെ വീട്ടിലേക്ക് വന്നു. മനുഷ്യൻ എന്തുമാത്രം നന്മ ചെയ്യുമോ അത്രമേൽ നന്മ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് കിട്ടുന്നതാണ് ധനം. അതുകൊണ്ട് ഈ പണം എല്ലാ തരത്തിലും നേടിയെടുക്കാനുള്ള, ഒരിക്കലും മതി എന്ന് പറയാൻ പറ്റാത്ത വിധം നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം കിടന്നാൽ ദുരാഗ്രഹമാണത്. അതാണ് ഒന്നാമത്തെ അപകടം. ഒരിക്കലും നമുക്ക് സന്തോഷമുണ്ടാവില്ല. നമുക്കറിയാം 6 അടി മണ്ണിൻ്റെ കഥയൊക്കെ അല്ലേ. ഒരു മനുഷ്യൻ രാജാവിനോട് പറഞ്ഞു, എനിക്ക് ദാരിദ്ര്യമാണ്, ഒരു തുണ്ട് മണ്ണില്ല. രാജാവ് പറഞ്ഞു, ഈ രാജ്യത്ത് നീ ആവശ്യത്തിനുള്ള മണ്ണ് എഴുതിയെടുത്തു, പക്ഷെ വൈകിട്ട് 6 മണിക്ക് മുമ്പ് തിരിച്ചു വരണം, നീ നടക്കുന്നതെല്ലാം നിന്റെ സ്വന്തമാകും. അയാൾ നടന്നു ഒലിവ് തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, അയാൾ വയലേലുകളിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ മനോഹരമായ ഫലഭൂഷ്ടമായ സ്ഥലങ്ങൾ പിന്നെയും കണ്ടു. അവസാനം കുറേ നടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി, ദൈവമേ തിരിച്ചു നടക്കണം 6 മണിക്ക്. അയാൾ ഓടാൻ തുടങ്ങി. ഓടി അദ്ദേഹം 6 മണിക്ക് മുമ്പ് രാജാവിൻ്റെ അടുത്ത് ചെന്ന്, പക്ഷെ അവിടെ വീണ് മരിച്ചു. രാജാവ് പറഞ്ഞു, അവന് വേണ്ട അവകാശപ്പെട്ട മണ്ണ് അവന് കൊടുത്തേക്കാൻ. എത്ര അടി? 6 അടി. ഇത്രയുള്ള മനുഷ്യൻ. ഒരു രാത്രി കൊണ്ട് ഒലിച്ചു പോകുന്ന ഗ്രാമങ്ങൾ, ഒരു രാത്രി കൊണ്ട് സ്വരുക്കൂട്ടിയതെല്ലാം ഇല്ലാതാകുന്ന ഈ കാലത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ധനാർത്ഥി എന്ന് പറയുന്ന ഒരു മാമോൻ നമ്മളെ പിടികൂടരുത്, നമ്മുടെ കുഞ്ഞുങ്ങളെ പിടികൂടരുത്. അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് പങ്കുവെക്കലിൻ്റെയും കരുണയുടെയും പാഠങ്ങളായിരിക്കണം. ഇത് ഈശോ ഈ സന്ധ്യയിൽ നമ്മളോട് പറഞ്ഞു തരുന്ന സുവിശേഷമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ടാമത്തെ അപകടം, പണം കൊണ്ട് വാങ്ങാനാവാത്ത പലതും ഈ ഭൂമിയിലുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ഇല്ലെങ്കിൽ അപകടമാണ്. പണം കൊണ്ട് വാങ്ങാനാവാത്ത പലതും ഈ ഭൂമിയിലുണ്ട് എന്ന് നാം അറിയണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഇത് നമ്മളൊരു തീരുമാനമായി എടുക്കണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പണം കൊടുത്താൽ വാങ്ങാൻ പറ്റാത്ത പലതുമുണ്ട്. എൻ്റെ അപ്പനെ നോക്കിയിട്ട് എനിക്ക് എന്നാ കിട്ടാനാ? എൻ്റെ അമ്മയെ നോക്കിയിട്ട് എനിക്ക് എന്നാ മെച്ചമാ?
ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവർ പണ്ടൊക്കെ സിനിമകളിലേ ഉള്ളായിരുന്നു. ഇന്ന് പച്ചയ്ക്ക് നേരിട്ട് നിന്ന് ചോദിക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. സ്നേഹമുള്ളവരെ, എനിക്ക് എൻ്റെ ദൈവം ഇന്ന് എന്നോട് പറഞ്ഞു തരുന്ന പാഠം ശ്രദ്ധിച്ച് കേൾക്കണം. പണം കൊണ്ട് വാങ്ങാനാവാത്ത പലതും ഭൂമിയിലുണ്ട് എന്ന് ഞാൻ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അത് ഈ സന്ധ്യയിൽ നമ്മൾ ഓർക്കണം, ഇല്ലെങ്കിൽ ഇതൊരു അപകടമാണ്. ഞങ്ങൾ ഒരിക്കലും ഓർക്കുന്നുണ്ട്, സെമിനാരിയിൽ പണ്ടൊരു ഇൻ്റർനാഷണൽ മീറ്റിംഗ് നടക്കും. ആ മീറ്റിങ്ങിനിടയ്ക്ക് ഒരു ചെറിയ തബല പ്രോഗ്രാം നടത്തി. തബലിസ്റ്റായിട്ട് ഒരു നമ്പൂരിച്ചനെ ഞങ്ങൾ കൊണ്ടുവന്ന്, അദ്ദേഹം വളരെ മനോഹരമായിട്ട് തബല വാങ്ങി ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ് ഞങ്ങളൊരു അരമണിക്കൂറിന് താഴെ ഒരു തബല പ്രോഗ്രാം. അന്ന് അദ്ദേഹം തബല വായിച്ച് വളരെ മനോഹരമായിട്ട് തബല വായിക്കും. അപ്പോൾ ഞങ്ങൾക്ക് പ്രോഗ്രാം നടത്തുന്ന ഞങ്ങൾക്ക് ഒരു ആശങ്ക, ഈ തബലയൊക്കെ വായിച്ചു കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് എത്ര രൂപ കൊടുത്താൽ മതിയാകും? അപ്പം ഞങ്ങൾ പെതിയച്ചെന്ന് ചോദിച്ചു, സാറിൻ്റെ ഫീസ് എത്രയാണ്? അപ്പം അദ്ദേഹം ഞങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ദേഷ്യത്തിൽ ചോദിച്ചത് ഇപ്പോഴും ഞങ്ങൾ ഓർക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ വിദ്യയെ വിറ്റ് കാശാക്കാൻ വേണ്ടി വന്നതല്ല ബ്രദറെ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വിദ്യയെ വിറ്റ് കാശാക്കാൻ വേണ്ടി വന്നതല്ല, ഞാൻ നിങ്ങൾ വിളിച്ചപ്പോൾ ഒരു സന്തോഷത്തെ പ്രതി വന്നാന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പല ആളുകൾ നമുക്ക് കിട്ടിയ കഴിവുകൾ, താലന്തുകൾ, നമുക്ക് ദൈവം തന്ന സാഹചര്യങ്ങളൊക്കെ വിറ്റ് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ പണം കൊണ്ട് വാങ്ങാനാവാത്ത പലതും ഈ ഭൂമിയിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പണത്തിന് വേണ്ടി സുവിശേഷ വേലയെ പോലും പണത്തിന് വേണ്ടി പല ആളുകളും ഇങ്ങനെ വിറ്റ് കാശാക്കുന്നുണ്ട്. ഈ ഒരു കാലയളവിൽ നാം തിരിച്ചറിവുള്ളവരാകണം. നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഇടവകയിൽ, ശുശ്രൂഷ മേഖലകളിൽ, നമ്മുടെ ബന്ധങ്ങളിലൊക്കെ പണം. ഇപ്പോൾ ഒരാളെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വളർത്തുന്നു, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വളർത്തുന്നത് എന്തിനാ? നമ്മൾ കരുതും കുഞ്ഞുങ്ങളോട് വലിയ സ്നേഹമാണെന്ന്. ഇവൻ പഠിച്ച് വലുതായി വലിയ ജോലി കിട്ടിയിട്ട് ഞാൻ വയസ്സാകുമ്പോൾ എന്നെ നോക്കണം. എല്ലാ മാതാപിതാക്കളുടെയും മനസ്സിൽ ഒരുപക്ഷെ ഇങ്ങനൊരു ചിന്ത കയറിയാൽ ഇതിൻ്റെ പേരാണ് മാമോൻ. ഞാനിപ്പോൾ എന്നെ കല്യാണത്തിന് വിളിച്ച ഒരാളിൽ പെണ്ണിനെ കെട്ടിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ എന്ത് കൊടുക്കുന്നു? എൻ്റെ ബന്ധുവീട്ടിൽ മാമോദീസായിക്ക് ഞാൻ എന്നാ കൊടുക്കുന്നു? എൻ്റെ ബന്ധുവീട്ടിൽ. അതേപോലെ എൻ്റെ വീട്ടിലൊരു കുഞ്ഞുണ്ടാകുമ്പോൾ തിരിച്ചു കിട്ടും എന്ന ആഗ്രഹത്തോടുകൂടി കൊടുക്കുന്ന മനസ്സുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, മാമോൻ നമ്മുടെ മനസ്സുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബന്ധങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ പണമാണ്. നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ കൂട്ടായ്മകളെ നമ്മൾ വിചാരിക്കും അവൻ തരുന്നതിൻ്റെ അത്രയും തന്നെ തിരിച്ചു കൊടുക്കണ്ടേ, അളന്ന് കുറിച്ചത് മാറ്റിവെക്കും, അത്രയും ഒരു ഗ്രാം തിരിച്ചു കൊടുക്കുക. നമ്മുടെ ബന്ധങ്ങളെ നിയന്ത്രിക്കുന്നത് പണമായി മാറുന്നില്ലേ? യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടോ? ഒരു കല്യാണമൊക്കെ നടന്നാൽ നമ്മളിൽ എത്ര പേര് ആ കുഞ്ഞുങ്ങളെ സ്റ്റേജിൽ ചെന്ന് ഒന്ന് കണ്ട് ഒരു വിവാഹ ആശംസ കൊടുത്ത് അവരുടെ ജീവിതത്തെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് അവനോടൊപ്പം ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് അല്പനേരം ഒന്ന് സന്തോഷം പങ്കിടുന്നു. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നെട്ടോട്ട് ഓടുകയാണ്. കാരണം എന്താ? അവൻ വലിയ പണം മുടക്കി നടത്തുന്ന ഈ ആഘോഷങ്ങളിലൊക്കെ എനിക്കങ്ങോട്ട് തൃപ്തിയായിട്ടില്ല, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സ്നേഹമുള്ളവരെ, നമ്മൾ ഒരുപാട് പുണ്യങ്ങൾ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ജീവിതത്തെ ക്രമപ്പെടുത്താൻ, നമ്മുടെ ബന്ധങ്ങളെ പരിശോധിക്കാൻ, ആത്മശോധന ചെയ്യാൻ ഈശോ നമ്മളെ വിളിക്കുകയാണ്. മക്കളെ, പണം കൊടുത്ത് വാങ്ങാനാവാത്ത പലതും ഈ ഭൂമിയിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. സ്നേഹത്തോടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. നമുക്കൊരു ബോധ്യം തരാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, മൂന്നാമത്തെ ഒരു കാര്യമാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. യാക്കോബിന്റെ ലേഖനത്തിലെ ഒരു സംഭവമാണ്. ശ്രദ്ധയോടെ കേൾക്കണം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 1 മുതൽ
5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 5 വരെ. എന്റെ സഹോദരരെ, മഹത്വപൂർണനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷപാതം കാണിക്കരുത്. നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണമോതിരമണിഞ്ഞ് മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുന്നുവെന്നിരിക്കട്ടെ. നിങ്ങൾ മോടിയായി വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായിരിക്കുക എന്ന് പറയുന്നു. പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ എന്റെ പാദപീഠത്തിനടുത്ത് ഇരിക്കുക എന്നോ പറയുന്നു. അപ്പോൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന വിധികർത്താക്കളാവുകയുമല്ലേ ചെയ്യുന്നത്? എന്റെ പ്രിയ സഹോദരരെ, ശ്രദ്ധിക്കുവിൻ. തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യാക്കോബ് ശ്ലീഹ ഒരു വലിയ ജ്ഞാനം നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തിരഞ്ഞെടുക്കുന്നത് പാവപ്പെട്ടവരെയാണ്. സമ്പന്നരെ സ്നേഹിക്കുന്ന ഒരു ലോകമാണ്. യാക്കോബ് ശ്ലീഹ ഇങ്ങനെ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ സംഘത്തിലേക്ക്, ശ്രദ്ധിച്ച് കേൾക്കണം, നല്ലൊരു പാഠമാണ്. നിങ്ങളുടെ സംഘത്തിലേക്ക്, സംഘം, ആ വാക്ക് ഗ്രീക്ക് വാക്ക് സിനഗോഗെ എന്നൊരു വാക്കാണ്. സിനഗോഗെ, ഈ ഗ്രീക്ക് വാക്ക് ഉപയോഗിക്കുന്നത് പുതിയ നിയമത്തിൽ 56 തവണ ഉപയോഗിക്കുന്നുണ്ട് ഈ വാക്ക് സിനഗോഗെ. എൻ്റെ അർത്ഥം സംഘം എന്നാണ്. ഈ സിനഗോഗെ എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, ദൈവമക്കളുടെ കൂട്ടായ്മ, ദൈവജനത്തിന്റെ സമ്മേളനം. ഇതാണ് സിനഗോഗെ എന്ന വാക്കിൻ്റെ പ്രധാന അർത്ഥം. എന്നാൽ അതേപോലെ തന്നെ സിനഗോഗെ എന്ന ഗ്രീക്ക് വാക്കിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്, ജനങ്ങൾ സമ്മേളിക്കുന്ന കെട്ടിടം. ഇത് രണ്ടും ഈ വാക്കിന് അർത്ഥമുണ്ട്. ഇവിടെ യാക്കോബ് ശ്ലീഹ പറയാണ്, ദൈവമക്കളെ, നിങ്ങളുടെ സംഘത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ സമ്മേളിക്കുന്ന കൂട്ടായ്മയിലേക്ക് പണ്ട് ഒരുത്തൻ വന്നാൽ അവന് എല്ലാവരെയും പോലെ സ്ഥാനമുണ്ടായിരുന്നു. പക്ഷഭേദമില്ല, വേർകൃത്യമില്ല, ഒരുത്തനെ മാറ്റി നിർത്തില്ല. എല്ലാവരോടും ഒരേ മനസ്സോടെ സഭാ സമ്മേളനത്തിൽ ആളുകൾ ഇടപെടുമായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് സഭയിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? സഭയിൽ സിനഗോഗ എന്ന വാക്കിന് കെട്ടിടം എന്നൊരർത്ഥമായി. കെട്ടിടം, ജനങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലം. സിനഗോഗയിലേക്ക്, സംഘത്തിലേക്ക്, കെട്ടിടത്തിലേക്ക് ആളുകൾ വരുമ്പോൾ നടന്ന കാര്യം, ആദിമ സഭയിൽ തന്നെ സംഭവിച്ച കാര്യമാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. ഒരു തിരുത്തായിട്ട് മുന്നറിയിപ്പടി യാക്കോബ് ശ്ലീഹ പറയുകയാണ്, മക്കളെ, നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണമോതിരമണിഞ്ഞ് മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരുവനും വരുന്നു എന്നിരിക്കട്ടെ. അന്നും ഈ ചങ്ങലയൊക്കെ ഇട്ട് സ്വർണ്ണമോതിരമൊക്കെ ഇട്ട് സ്വർണ്ണ പല്ലൊക്കെ വെച്ച് ചിരിക്കാൻ വയ്യായാലും ചിരിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഇങ്ങനെ വരുന്ന ആളുകൾ, എന്നാൽ ഒന്നുമില്ലാത്ത, ഗതി കെട്ടാത്ത, ഒരു സാമ്പത്തിക ഉന്നമനവും ഇല്ലാത്ത മുഷിഞ്ഞ് നടക്കുന്ന ആളുകളും പള്ളി വരുമായിരുന്നു. ഇപ്പം യാക്കോബ് ശ്ലീഹ ഈ സഭയിൽ, യാക്കോബിൻ്റെ ഈ സഭയിൽ ഒരു പ്രത്യേക വേർകൃത്യം, പക്ഷപാതം കണ്ടിട്ട് പറയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സംഘത്തിലേക്ക് ഈ 2 പേര് വരുമ്പോൾ ഒരാൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഒരാൾ മോതിരമണിഞ്ഞ്, അപ്പോ ഈ സംഘത്തിലുള്ളവർ എന്ന് പറഞ്ഞാൽ കെട്ടിടത്തിലുള്ളവർ, ഈ കെട്ടിടമായി സഭ മാറിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? കെട്ടിടത്തിലുള്ളവര് സ്വർണ്ണമോതിരം അണിഞ്ഞവനെ നോക്കിയിട്ട് പറയും,
ചേട്ടാ വന്നാട്ട്, ഇരുന്നാട്ട്, ഇതായി കസേര ഇരുന്നാട്ട്, പറഞ്ഞാട്ട്, ചേട്ടൻ പറഞ്ഞ് അങ്ങോട്ട് എഴുതിയെടുത്താട്ട്, ചേട്ടൻ പറഞ്ഞ് തീരുമാനമാക്കിയാട്ട്, ചേട്ടൻ പറഞ്ഞാൽ എല്ലാവരും കൊണ്ടൊന്ന് കൈയടിച്ച്. കാരണം യാക്കോബ് പറയാണ്, അവന് സ്വർണ്ണമോതിരമുണ്ട്, അവന് ചെയിനുണ്ട്, അവന് നിലയും വിലയും ആക്കവും തൂക്കമുള്ളവനാ, കുടുംബ മഹിമയുള്ളവനാ. അവനാണ് ഈ കെട്ടിടം പണിയാൻ ഇടവരുത്തിയത്. ഈ കെട്ടിടം പണിഞ്ഞവനാണ്, ഞാനാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത് ഈ കെട്ടിടത്തിന്. അവന് പ്രധാന കസേര. വേറൊരുത്തൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് വന്നവനോട് യാക്കോബ് സ്ലീഹ പറയാ, ഡാ ആ കുമ്പസാരക്കൂട്ടിന് അവിടെ കാണാൻ ഇരുന്നോണം കേട്ടോ, ഡാ നീ അവിടെ നിന്നാ മതി കേട്ടോ, അല്ലെ നീ ഇങ്ങനെ എൻ്റെ കാലിൻ്റെ ചവിട്ടിലിരുന്നോ, ചിലപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്ക് ഉണ്ട്, ചായ വിളമ്പിക്കൊണ്ട് കൊടുക്കേണ്ടി വരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പക്ഷാഭേദം, ഈ പക്ഷപാതം, ഇങ്ങനെ ഒരു വേർകൃത്യം സഭയിലുണ്ടത് കണ്ടിട്ട് യാക്കോബ് സ്ലീഹ പറയുകയാണ്, മക്കളെ ഇതൊരു വലിയ അപകടമാണ്, ആത്മാവിന് അപകടം ചെയ്യും. അറിയാതെ നമ്മളുടെ സിനഗോഗെ, നമ്മളുടെ കൂട്ടായ്മ ബോധം, നമ്മളുടെ പള്ളിയുടെ സമ്മേളനം കെട്ടിട സമ്മേളനമായി മാറും. കെട്ടിടം കണ്ടിട്ട് നമ്മൾ പറയും, ഓ എന്നതായി കെട്ടിടം, ഞാൻ പണിത കെട്ടിടമാണ്. ഇത് കണ്ടിട്ട് കർത്താവിൻ്റെ ആത്മാവ് വേദനയോട് പറയാണ്, മക്കളെ ഇത് മാമോൻ വസിക്കുന്നവരായി മാറും, ദൈവത്തിൻ്റെ ശത്രുവായ മാമോൻ വസിക്കുന്നതായി മാറും. ഈ പക്ഷാഭേദം കാണിക്കരുത്. ആദിമസഭ ജനങ്ങൾക്കായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. ആദിമസഭ ശുശ്രൂഷയ്ക്കായിരുന്നു പ്രാധാന്യം കൊടുത്തത്. ആദിമസഭ ആരാധനകൾക്കും ബലിയർപ്പണങ്ങൾക്കുമാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. ആദിമസഭ ദൈവമക്കളുടെ സ്നേഹോഷ്മളമായ കൂട്ടായ്മയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. പിന്നീട് അത് കെട്ടിടമായി വളർന്നപ്പോൾ സംഘടനയായി മാറി, പ്രസിഡന്റായി മാറി, സെക്രട്ടറിമാരായി മാറി, ട്രസ്റ്റിമാരായി മാറി. അവരുടെ കസേരകൾ, അവരുടെ മീറ്റിങ്ങുകൾ, അവരുടെ സെമിനാറുകൾ, അവരുടെ ചർച്ചകൾ, അവരുടെ നിയമത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, അവരുടെ ശിക്ഷാ നടപടികൾ, ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവനെ എങ്ങനെ ശിക്ഷിക്കണം, അവനെ എങ്ങനെ പണി കൊടുക്കണം, ഇതൊക്കെയായി പള്ളിയിലെ ചർച്ച. ആരാധനയും ബലിയർപ്പണമൊന്നുമല്ല. പൊതുയോഗത്തിലെ പ്രധാന ചർച്ച കെട്ടിടത്തിന്റെ ചർച്ചകളായി. ഇത് കണ്ടിട്ട് യാക്കോബ് സ്ലീഹ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് പറയാണ്, മക്കളെ ദുരിതമാണ്. പാവപ്പെട്ടവൻ ഇരിപ്പിടമില്ലാത്ത വിധം എന്നിൽ ഒരു വേർകൃത്യം ഉണ്ടായാൽ, കുർബാന കഴിഞ്ഞിട്ട് ഇവിടെ ഏതാനും ഒരുപടി ആൾക്കാർ വരും, പാവങ്ങള്, അവരെ ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്ന ഒരു ശുശ്രൂഷയാണ് നമ്മളിവിടെ നടത്തിയതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് നമുക്കൊരു വലിയ അപകടം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കാണിക്കയൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പാവപ്പെട്ട ഒരു ആളിനെ സഹായിക്കാൻ വേണ്ടി സഹായമെടുത്തു. 10,070 രൂപയാണ്. നമുക്കത്രയും പൈസ ഒരു പാവപ്പെട്ട ആളിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാണിക്കുക ഒട്ടും കുറഞ്ഞിട്ടുമില്ല. എല്ലാം കൂടെ 17,500 രൂപ നമുക്ക് അന്നേ ദിവസം കിട്ടി. 4 പേര് അറിഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ പറയുന്നത്, നമ്മുടെ പള്ളിയിൽ ഈ പാവങ്ങളോടൊരു പരിഗണനയുള്ള ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അത് കൈമോശം വരരുത്. ദൈവം ആഗ്രഹിക്കുന്നത് മാമോൻ നമ്മുടെ കുടുംബത്തിലോ ഇടവകയിലോ ആളുകളിലോ വരാൻ ഇടവരരുത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഭൗതിക വസ്തുക്കൾക്കും ഭൗതിക അധികാരങ്ങൾക്കും ഭൗതിക സ്ഥാനമാനങ്ങൾക്കും എൻ്റെ വീട്ടിലുള്ളവര് പള്ളിയിൽ അംഗങ്ങളായി മാറിയാൽ മതി, അവർ നയിച്ചാൽ മതി. എൻ്റെ കൂട്ടായ്മയിലുള്ളവർ മാറിയാൽ മതി, അവർ നയിച്ചാൽ മതി, ഞാൻ നടത്തിയാൽ മതി എന്നൊക്കെയുള്ള ഈ അധികാര ചിന്തകളൊക്കെ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, മാനം മുട്ടുന്ന മോഹങ്ങൾ ഉള്ളിൽ കൊണ്ട് നടന്നാൽ ഈ ദുരാഗ്രഹത്തിൻ്റെ പേരാണ് മാമോൻ. എന്നിട്ട് ഈശോ പറയാണ്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ ആരാധിക്കാൻ പറ്റില്ല. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സ്നേഹമുള്ളവരെ,
അപ്പോൾ ചോദിച്ചേക്കാം, നമ്മൾ ഈ ദാരിദ്ര്യം പിടിച്ച് ജീവിക്കണമെന്നാണോ യേശു ആഗ്രഹിക്കുന്നത്? അതിവിടെ പറഞ്ഞുകൊണ്ട് നിർത്താം. അങ്ങനല്ല. എന്നാണ് ദാരിദ്ര്യം? ഈശോ പറഞ്ഞു, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്താണ് ആത്മാവിലെ ദാരിദ്ര്യം? ശ്രദ്ധിച്ചു കേൾക്കണം. സമ്പത്തില്ലാത്ത അവസ്ഥയല്ല ആത്മാവിലെ ദാരിദ്ര്യം. ഭൗതിക സമ്പത്തോ, വീടോ, പണമോ, സമ്പത്തോ, സ്വർണമോ, വസ്തുവോ, ബന്ധുബലമോ, ബൗദ്ധിക ജ്ഞാനമോ, ഭൗതിക സമ്പത്തോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സമ്പത്തോ, ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയുടെ പേരല്ല ആത്മാവിലെ ദാരിദ്ര്യം. ഇതൊക്കെ ഈ ഭൂമിയിൽ വേണമെന്ന് ദൈവത്തിനറിയാം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ഈ സാഹചര്യങ്ങൾ, സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നത് അവനിത് വേണം എന്ന് ദൈവത്തിന് അറിയാമെന്നതുകൊണ്ടാണ്. നമുക്കിതെല്ലാം ആവശ്യമുണ്ട്. നമുക്ക് സമ്പത്ത് ആവശ്യമാണ്. ദാരിദ്ര്യമെന്ന് പറയുന്നത് സമ്പത്തില്ലാത്തൊരവസ്ഥയല്ല, പട്ടിണി കിടക്കുന്നൊരവസ്ഥയല്ല, പണമില്ലാത്തൊരവസ്ഥയല്ല. ഭൗതികമായ ദാരിദ്ര്യത്തിൽ ജീവിച്ചാൽ, ഈ ജീവിതം ചേരെ വെച്ച് ഉണക്കിയെടുത്ത് ജീവിച്ചാൽ രക്ഷ കിട്ടുമെന്നല്ല ഈശോ പഠിപ്പിച്ചത്. ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെ സ്വന്തമായിട്ട് അങ്ങനെ ജീവിച്ച ധാരാളം സന്യാസികളുണ്ട് സഭയിൽ. അവരുടെ സുഹൃത്ത് ജീവിതം, അവര് വോളണ്ടറി അങ്ങനെ എടുത്തൊരു തീരുമാനമാണ്, ഞങ്ങൾക്ക് ഭൗതിക സമ്പത്ത് വേണ്ട, ദാരിദ്ര്യത്തിൽ പട്ടിണിയിൽ ഞങ്ങൾ ജീവിച്ചോളാം. അത് അവരുടെ വ്യക്തിപരമായ വിളിയാണ്. പക്ഷെ ദൈവമക്കളെ, ദൈവത്തിന്റെ സഭയെ ദൈവമാക്കി വെച്ചിരിക്കുന്നത് ഭൗതിക സമ്പത്തില്ലാത്ത അവസ്ഥയിൽ ജീവിക്കാനല്ല. നാളെ നമ്മുടെ പള്ളി പെരുന്നാൾ നടക്കണമെങ്കിൽ, ഇവിടെ ശുശ്രൂഷ നടത്തണമെങ്കിൽ, നമ്മുടെ കൊച്ചു തലമുറ പഠിച്ച് ജോലി ചെയ്ത് അവരുടെ കയ്യിൽ 4 പുത്തനുണ്ടാകണം, എങ്കിലേ ഇവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. സിമ്പിൾ. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമുക്ക് പണം വേണം. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഭൗതിക വസ്തുക്കൾ ഇല്ലാത്ത അവസ്ഥയല്ല, വീടില്ലാതിരിക്കുന്നതല്ല, മറിച്ച് മറ്റുള്ളവരെ കൂടെ ഉൾക്കൊള്ളാനുള്ള എൻ്റെ മനസ്സിൻ്റെ കഴിവിൻ്റെ പേരാണ് ആത്മാവിലെ ദാരിദ്ര്യം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സ്നേഹത്തോട് പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്നു നിറയണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹല്ലേലൂയാ. സ്നേഹമുള്ളവരെ, മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള, സ്നേഹിക്കാനുള്ള, അവനെ കൂടെ ഉൾക്കൊള്ളാൻ ഉള്ള കഴിവിൻ്റെ പേരാണ് ആത്മാവിലെ ദാരിദ്ര്യം. എന്നെ നോക്കി എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ എൻ്റെ മേന്മ പറയാൻ വേണ്ടിയിട്ടല്ല. ഒരാൾ പറഞ്ഞു, അച്ഛാ, എല്ലാ അച്ഛന്മാരുടെ അടുത്തൊക്കെ ചില പോയാലേ കണ്ടു കിട്ടാൻ പോലും പാടാണ്. എല്ലാ ധ്യാന ഗുരുക്കന്മാരുമൊക്കെ റിസർവ്ഡാണ്. ഒരു 10-12 ശ്രേണികൾ കഴിഞ്ഞാലേ ആളുകൾ കണ്ടാലേ, ശുശ്രൂഷകരെയൊക്കെ കണ്ടിട്ടേ അവസാനമേ അച്ഛനെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ അച്ഛൻ ചുമ്മാ വെറുതെ ഇരിക്കുകയാണ്. ആർക്ക് വന്നാലും എപ്പോൾ എവിടെയെങ്കിലും കാണാൻ പറ്റും. എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്തുമാത്രം ആളുകളെ ഈ കൊച്ചു ജീവിതം കൊണ്ട് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ പറ്റുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പേരാണ് ആത്മാവിലെ ദാരിദ്ര്യം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഇത്തിരി സ്ഥാനമാണ്. അവനെ കൂടി ഞാനൊന്ന് ഒതുങ്ങിയിരുന്ന് അവളെ കൂടി എൻ്റെ ഈ ജീവിതത്തിൽ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒരുപക്ഷെ എന്നുണ്ടെങ്കിൽ അർഹതപ്പെട്ടതല്ല, ഒരുപക്ഷെ എന്നുണ്ടെങ്കിൽ യോഗ്യതയില്ലായിരിക്കാം, ഈ ലോകത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് അടുപ്പിക്കാൻ കൊള്ളാത്ത ആളായിരിക്കാം. ഈശോ നമുക്ക് കാണിച്ചു തരുന്നത് ഈ ദരിദ്രനെ, പാവപ്പെട്ടവനെ, ഈ കുഷ്ഠരോഗിയെ ഇവരെ കൂടെ ചേർത്ത് പിടിച്ച്, ഇതാണ് ആത്മാവിൽ ദരിദ്രർ. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ബസ്സിൽ ഞാനിങ്ങനെ യാത്ര ചെയ്യുകയാണ്. എനിക്ക് വേറൊരാൾക്ക് മാത്രം ഇരിക്കാവുന്ന 2 പേരുടെ സീറ്റ്. ഞങ്ങളിങ്ങനെ ഒരുമാതിരി ഞെരുങ്ങിയൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്ന ആള് വേറൊരാൾക്ക് വേണ്ടി കൂടി ആ സീറ്റിൽ ഒന്നുകൂടി ഒതുങ്ങി. ഞാൻ നോക്കിയപ്പോൾ ഞങ്ങൾ തന്നെ വല്ലാതെ ഞെരുങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ആളോട് കുറച്ചുകൂടെ ഒതുങ്ങിയിരിക്കുന്നു.
ആ അപ്പച്ചനെ കൂടെ ഈ സീറ്റിൽ പിടിച്ചിരുത്തുന്നു. ഇപ്പം ഞാൻ സ്റ്റിക്കറാകേണ്ടതാണ്. പക്ഷേ എന്നാലും ഈ അപ്പച്ചനെ കൂടി ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രം ഇരിക്കാവുന്ന സീറ്റിൽ ഞാൻ ഉൾക്കൊള്ളുന്നതിൻ്റെ പേരാണ് ആത്മാവിലെ ദാരിദ്ര്യം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഈ മാമോൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ നാം താന്നു കൊടുക്കുമ്പോൾ, അവരെ കൂടി നാം ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ നാണം കെടലിന് കാരണമാകും. മറ്റുള്ളവരെ നാണം കെടും, ലജ്ജിക്കേണ്ടി വരും. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കളിയാക്കപ്പെടും, പരിഹസിക്കപ്പെടും. പക്ഷേ എന്നാലും സാരമില്ല, പോട്ടെ, വന്നാട്ടെ എന്ന് പറയാം. അവനുകൂടി എൻ്റെ വീട്ടിൽ ഒരിത്തിരി സ്ഥാനം ഞാൻ കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പേരാണ് ആത്മാവിൻ്റെ ദാരിദ്ര്യം. ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ ഈശോ പഠിപ്പിച്ചത് ഇതാ. ഈ ധനവാൻ നല്ല മനുഷ്യനായിരുന്നു. നിങ്ങൾക്കറിയാമോ? ധനവാന്റെയും ലാസറിന്റെ ഉപമയിൽ ഈ ധനവാനായ മനുഷ്യൻ അവൻ സമ്പത്തുള്ളവനായിരുന്നു എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സമ്പത്തുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിച്ചിട്ടാണ് അവനത് കിട്ടിയത്. 2, അവൻ തൻ്റെ സഹോദരങ്ങളെ കുറിച്ച് സ്നേഹമുള്ളവനാ. മരിച്ച് അവൻ നരകത്തിൽ ചെന്നപ്പോൾ ആദ്യമേ അബ്രഹാമിനോട് പറയുന്നത് എന്താണെന്നറിയാമോ? എനിക്കോ ഈ അക്കടി പറ്റി, എൻ്റെ സഹോദരന്മാർക്ക് ഇത് വരാതിരിക്കാൻ നീ ആരേലും അയച്ച് അവരെ ബ്ലോക്ക് ചെയ്യണേ. അവന്മാരുടെ സ്വഭാവം കയ്യിലിരിപ്പും കണ്ടിട്ട് എൻ്റെ നരകത്തിലെ മുറിയുടെ താഴത്തെ മുറി ചെന്ന് വീഴാനാണ് സാധ്യത. അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് വരുത്താതിരിക്കുക. എന്തൊരു സഹോദര സ്നേഹമാണ്. നമ്മളാരുന്നേലോ മിണ്ടത്തില്ല, എനിക്കോ ഇത് പറ്റി. അവൻ അങ്ങനെ സ്വർഗത്തിൽ പോകണ്ടെന്നേ കരുതത്തുള്ളൂ. പക്ഷേ സഹോദര സ്നേഹമുള്ള ധനവാനാണ്. മാത്രമല്ല, ഇവൻ അബ്രഹാം പിതാവേ എന്നാ വിളിക്കുന്നേ. എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൽ വിശ്വാസമുള്ളവനായിരുന്നു ഈ ധനവാൻ. ദൈവവിശ്വാസമുള്ള, പ്രാർത്ഥിക്കുന്ന, അബ്രഹാമിനെ അറിയാവുന്ന നല്ല മനുഷ്യനായിരുന്നു ഈ ധനവാൻ. പള്ളി പോന്നവനായിരുന്നെന്ന്. പക്ഷേ ഇവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ പറയാണ്, ഇവൻ പോയി വീണ് നരകത്തിലാണ്. ഇവൻ നരകത്തിൽ വീഴാൻ കാര്യം ഇത്രയേ ഉള്ളൂ. ഇവന്റെ പടിവാതുക്കൽ ലാസർ എന്ന് പറഞ്ഞാൽ ദൈവം മാത്രം ശരണമായിട്ടുള്ളവൻ, അവൻ കിടന്നിട്ട് ഇത്രയും ചെയ്താൽ മതിയായിരുന്നു. വാതിലൊന്ന് തുറന്നേ, ലാസറേ വാ, ഇച്ചിരി ഭക്ഷണം കഴിക്കാൻ എൻ്റെ കൂടെ ഇരിക്കും. പ്രിയപ്പെട്ടവരെ, അവന്റെ വാതിൽ, വീട് അവന് വേണ്ടി കൂടി ഒന്ന് തുറന്നു കൊടുത്തിരുന്നെങ്കിൽ, അവനെ കൂടെ ഒന്ന് ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഈ ധനവാൻ സ്വർഗത്തിലെത്തിയാനെ. ധനവാൻ നല്ല മനുഷ്യനായിരുന്നിട്ടും ധനവാൻ നരകത്തിൽ പോകാനുള്ള കാരണം ഈ ആത്മാവിലെ ദാരിദ്ര്യം പരിശീലിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഈശോ എപ്പോഴും പറയും, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴ, സൂചിയുടെ കുഴ, അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ ഇരുന്ന് 4-5 തവണ ഇങ്ങനെ പോകുന്ന കണ്ടിട്ടില്ലേ? ചിരിയേ ഉള്ളൂ. ഇതിനകത്തൂടെ ഒട്ടകം. പഴയ നിയമത്തിലെ സൂചിക്കുഴ എന്ന് പറയുന്നത് നമുക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അവർ ഈ സാബത്ത് നാളിൽ കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിക്കാൻ ഒരു കുഞ്ഞു വാതിൽ അവർക്കുണ്ട്. ചുമട് ചുമന്നുകൊണ്ട് വരാൻ പറ്റാത്ത, കഴുതയും ഒട്ടകത്തെയും കുതിരയും ഒന്നും കൊണ്ടുവരാൻ പറ്റാത്ത ഒരു കുഞ്ഞ് കാത് പോലുള്ള ഒരു വാതിൽ. ബാക്കി 6 ദിവസവും വലിയ ഗേറ്റ് തുറന്നിട്ടിരിക്കും. എല്ലാവർക്കും സാധനം ചുമന്നുകൊണ്ട് പോവാം. 7-ാം ദിവസം അതാണ് അടയും. സാബത്ത് ദിവസം ഇതിനകത്തൂടെ നടന്നു പോരുന്നവർക്കും കയ്യിലെടുക്കാവുന്ന, ഒരു കല്ലേറ് ദൂരം സഞ്ചരിക്കാവുന്ന ഭാരവുമൊക്കെ ചുമന്നുകൊണ്ട് സാബത്ത് ദിവസം വരാവും. അതിൻ്റെ പേരാണ് സൂചിക്കുഴ. ഈ സൂചിക്കുഴയിലൂടെ ഒട്ടകത്തിന് കയറാൻ പറ്റില്ല, മനുഷ്യന് മാത്രം തലകുനിച്ച് കയറാൻ പറ്റും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്ന. വലിയ പാടാ. അതിനാൽ ഈ മാമോൻ നമ്മളെ പിടികൂടാൻ നമ്മൾ അനുവദിക്കരുത്. 3 കാര്യങ്ങളാണ്. 1, അടങ്ങാത്ത ഈ തൃഷ്ണ, മതി എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ, എപ്പോഴും സംതൃപ്തിയില്ലാതെ പരക്കം മാഞ്ഞ് ഈ ധനാർത്ഥിമൂത്ത് അമിതമായ മോഹങ്ങൾ കൊണ്ട് നടക്കുന്ന, എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണമെന്ന് അലമുറയിട്ട് നടക്കുന്ന ഒരു ജീവിതശൈലി പിശാചിൻ്റെ, പ്രത്യേകിച്ച് മാമോൻ്റെ ഒരു അടിമത്തത്തിലാണ്.
അത് ഈ ദൈവത്തിൻ്റെ ശത്രുവാണ്. സ്നേഹമുള്ളവരെ, 2, പണം കൊണ്ട് നേടാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ ഭൂമിയിലുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഇതിലേറ്റവും പ്രധാനമാണ് സ്നേഹം. ബന്ധങ്ങൾ മുറിഞ്ഞു പോകരുത്. 4 കാശുണ്ടായതിന് ശേഷമാണോ, ഉണ്ടാകുന്നതിന് മുൻപാണോ നമ്മുടെയൊക്കെ വീട്ടിൽ സഹോദര സ്നേഹം നിലനിന്നിരുന്നത്? പണ്ട് നമ്മുടെ വീട്ടിൽ സഹോദരങ്ങൾ ഐക്യത്തോടെ കഴിഞ്ഞൊരു കാലമുണ്ട്. ഒരു നാരങ്ങാ മുട്ടായി കിട്ടിയാൽ 8 പേരാണ് വീട്ടിൽ. എങ്ങനെ കഴിക്കും 8 പേർക്ക്? മൂത്ത ചേട്ടൻ്റെ കണ്ണിലേക്ക് എല്ലാവരും നോക്കിയിരിക്കും. മൂത്ത ചേട്ടൻ ഇത് കൊണ്ടുപോയി കതകിൻ്റെ വിനാവിരിയുടെ ഇടയ്ക്കോട്ട് വെച്ച് അങ്ങ് അടയ്ക്കും. എന്നിട്ട് കയ്യിലേക്ക് പിടിക്കും. 16 കഷണങ്ങൾ, എല്ലാവരും ഈ 2 കഷണം വീതം. എന്നാ ടേസ്റ്റായിരുന്നു. ഇന്നോ 2 ഉള്ള വീട്ടിൽ ഒന്നിന് ലോലിപോപ്പ് മതി, മറ്റേതിന് കിറ്റ്കാറ്റ് മതി. യുദ്ധമാണ്. പങ്കുവെക്കലില്ലാതായി. പണം കൂടിയതിൻ്റെ പിന്നിൽ നമുക്ക് നഷ്ടമായത് ബന്ധങ്ങളാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പണം കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത പലതും ഈ ഭൂമിയിലുണ്ട് എന്ന് നാം തിരിച്ചറിയണം. 3, പക്ഷാഭേദം നമ്മുടെ ജീവിതത്തിൽ വേർകൃത്യങ്ങൾക്ക് കാരണമാകും. ഇതൊരു അപകടമാണ്. നാം പണം കൂടുന്നതനുസരിച്ച് മറ്റുള്ളവരെ കെട്ടിടത്തിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ തുടങ്ങും. പക്ഷെ സഭ നമ്മളെ വിളിക്കുന്നത് കൂട്ടായ്മയുടെ, സ്നേഹബന്ധത്തിൻ്റെ, ഐക്യത്തിൻ്റെ, ബന്ധം മുറിഞ്ഞു പോകാത്ത, സ്നേഹം നിലനിൽക്കുന്ന ഒരു സമ്മേളനമായിട്ടാണ്. അതുകൊണ്ട് സുവിശേഷം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് കാരണമാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാധനയിൽ ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളാനുള്ള ഒരാത്മദാരിദ്ര്യം എനിക്ക് തരണമേ. ഒന്നിനോട് മുട്ടിച്ചേരാത്ത ഒരാന്തരിക സ്വാതന്ത്ര്യത്തിൻ്റെ സംസ്കൃതി എൻ്റെ ഹൃദയത്തിൽ രൂപപ്പെടുത്താൻ എന്നെ സഹായിക്കണമേ. ഒന്നിനോട് മുട്ടിച്ചേരാനാവാത്ത വിധം ഒരാന്തരിക സ്വാതന്ത്ര്യം, എല്ലാം ഇട്ടേച്ചു പോകാൻ ഒരു ആന്തരിക സ്വാതന്ത്ര്യം, ഒരു വാടക വീടാണ് ഈ ഭൂമി എന്ന തിരിച്ചറിവിൽ ജീവിക്കാനുള്ള ഒരാന്തരിക സ്വാതന്ത്ര്യം, ഒരു പാദം ഈ ഭൂമിയിലും മറുപാദം സ്വർഗത്തിലും വെച്ച് നടക്കാനുള്ള ഒരാന്തരിക സ്വാതന്ത്ര്യം കർത്താവേ എന്ന് വിളിക്കുമ്പോൾ നിത്യതയുടെ ഒരു വെളിച്ചം ഹൃദയത്തിൻ്റെ കരളിൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ഒരു ആന്തരിക സ്വാതന്ത്ര്യം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം.